കുമാരിയും മാധവും ഭാര്യാഭർത്താക്കന്മാരാണ്. അവർ വജ്ജപുര എന്ന ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. വർഷങ്ങൾ കടന്നുപോയി. അവർക്കിപ്പോൾ നിരോഷ എന്ന പേരുള്ള ഒരു മകളുണ്ട്. അവൾക്ക് 10 വയസ്സുണ്ട്. അവർ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഒരു ദിവസം മാധവ് കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും അയാൾ അതിൽ മരണപ്പെടുകയും ചെയ്യുന്നു. നിരോഷയും കുമാരിയും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് കുമാരി നിരോഷയുമായി അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം കുമാരിക്ക് തന്റെ ഭർത്താവിന്റെ ജോലി ലഭിക്കുന്നു. അവൾ വളരെ സന്തോഷത്തോടെ ആ ജോലി ചെയ്ത് ആ വരുമാനം കൊണ്ട് അവളുടെ കുടുംബം പോറ്റിവന്നു. അങ്ങനെ കുറച്ചു നാളുകൾ കടന്നുപോയി. ഓഫീസിലുള്ള ശങ്കർ എന്ന ആളെ കുമാരി പരിചയപ്പെടുന്നു. അവൾ ശങ്കറിനോട് എപ്പോഴും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് കണ്ട് അവരെക്കുറിച്ച് ഓഫീസിൽ സംസാരം തുടങ്ങി. ശങ്കർ ഒരു ദിവസം കുമാരിയോട് ഇങ്ങനെ പറയുന്നു. കുമാരി, ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് ഓർക്കുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾക്കും സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. നോക്കൂ, താങ്കൾക്ക് എന്നെക്കുറിച്ച് അറിയില്ല എന്നുണ്ടോ? ഈ ജോലി എന്റെ ഭർത്താവിന്റെ മരണശേഷം എനിക്ക് ലഭിച്ചതാണ്. മനസ്സിലായോ? മാധവിന്റെ ഭർത്താവാണ്. എനിക്കൊരു മകളുമുണ്ട്. വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയുള്ള സ്ത്രീയെ താങ്കൾ എങ്ങനെ വിവാഹം കഴിക്കും? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇത് സത്യമാണോ? നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾക്കൊരു മകളുമുണ്ടല്ലേ? ഞാൻ കരുതി മാധവ് മരിച്ചതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്ഫറായി വന്നതാവുമെന്ന്. ട്രാൻസ്ഫർ ഒന്നുമല്ല, ഞാൻ പറഞ്ഞതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ എന്താ? ഞാൻ നിങ്ങളെയും നിങ്ങളുടെ മകളെയും നന്നായി നോക്കിക്കോളാം. എന്നെ വിശ്വസിക്കാം. ഇങ്ങനെ ശങ്കർ പറയുമ്പോൾ എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് കുമാരി അവിടെ നിന്ന് പോകുന്നു. ശങ്കർ അവളുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവർ വളരെ അടുക്കുന്നു. പുറത്ത് കറങ്ങാനൊക്കെ പോകാറുണ്ട്. ഒരു ദിവസം അവർ പുറത്തു പോയപ്പോൾ വൈകിയതുകൊണ്ട് ശങ്കർ ഇങ്ങനെ പറയുന്നു. കുമാരി, ഞാൻ നിന്നെ വീട്ടിലാക്കാം. നീ കാറിൽ കയറിക്കോ. വല്ലാതെ ലേറ്റ് ആയല്ലോ. കുമാരി അത് സമ്മതിക്കുന്നു. ശങ്കർ അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കാർ കുമാരിയുടെ വീടിന് മുന്നിൽ നിർത്തുന്നു. കുമാരി ലേറ്റ് ആയതുകൊണ്ട് കുമാരിയുടെ അമ്മ കുമാരിയെ നോക്കി വീടിന് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. കുമാരി ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് അമ്മയ്ക്ക് പേടിയാകുന്നു. കാർ പോയി കഴിഞ്ഞ് കുമാരി വീടിനകത്തേക്ക് കയറിയ ഉടനെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നു. അതാരാ മോളെ, ഇന്ന് വല്ലാതെ ലേറ്റായല്ലോ. ഞാൻ പേടിച്ചുപോയി. ഇത്രയും രാത്രി വരെ എന്തു ചെയ്യുമായിരുന്നു? ആരാണത്? അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം എൻ്റെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്, ശങ്കർ. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ മുന്നേ പറയണമെന്ന് കരുതിയതാ, പക്ഷേ ധൈര്യം വന്നില്ല. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അമ്മ എന്നെ തെറ്റിദ്ധരിക്കും. ഇങ്ങനെ കുമാരി എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്നു. ഇത് കേട്ട് അമ്മയ്ക്ക് സന്തോഷമാകുന്നു. നിനക്കൊരു പുതിയ ജീവിതം കിട്ടാൻ പോവുകയാണ്. ഞാൻ ഒരിക്കലും ഇതിനെ എതിർക്കില്ല. നിങ്ങൾ രണ്ടുപേരും വിവാഹം ചെയ്താൽ എനിക്ക് വലിയ സന്തോഷമാകും. നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങൂ. ശങ്കറിന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കാം. കുമാരിക്ക് വളരെ സന്തോഷമാകുന്നു. അടുത്ത ദിവസം രാവിലെ കുമാരിയുടെ അമ്മ ശങ്കറിന്റെ വീട്ടിലേക്ക് പോയി ശങ്കറിന്റെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. വിധവയായൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനോ? എൻ്റെ മോന് വേറെ നല്ല പെണ്ണ് കിട്ടും. ഈ ബന്ധം ഞങ്ങൾക്ക് വേണ്ട. ഇത് കേട്ട് ശങ്കർ അവിടെ വരുന്നു. എന്നുവെച്ചാ അവൾ വിധവയായതുകൊണ്ട് അവർക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ലേ? പക്ഷെ ഭാര്യ മരിച്ചാൽ ഭർത്താവിന് വേറെ കെട്ടാനല്ലേ? പക്ഷെ പെണ്ണുങ്ങൾക്കത് പറ്റില്ല അല്ലേ? നിങ്ങൾ എന്തു പറഞ്ഞാലും അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ശങ്കറിന്റെ ഈ വാശി കണ്ടപ്പോൾ അയാളുടെ മാതാപിതാക്കൾ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരുടെ വിവാഹം നടത്തുന്നു. ശങ്കർ, കുമാരി, അതുപോലെ അവരുടെ മകൾ നിരോഷ എന്നിവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. നിരോഷ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ട്. ഒരു ദിവസം നിരോഷ അച്ഛന്റെ അടുത്തേക്ക് വരുന്നു. അച്ഛാ, ഇന്ന് ഞങ്ങൾ സ്കൂളിൽ കുറേ ഗെയിംസ് കളിച്ചു. എല്ലാ ഗെയിംസിലും ഞാനാണ് ഫസ്റ്റ് വന്നത്. നോക്കൂ, ഇതാണ് എനിക്ക് കിട്ടിയ സമ്മാനം. ഇങ്ങനെ പറഞ്ഞ് നിരോഷ അവൾക്ക് കിട്ടിയ ട്രോഫി അച്ഛനെ കാണിക്കുന്നു. പക്ഷേ അയാൾ അപ്പോൾ ജോലി തിരക്കിലായിരുന്നു. നിരോഷയെ കണ്ട് അയാൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ഞാനിപ്പം നല്ല ബിസിയാണ്, മിണ്ടാതെ പോ ഇവിടുന്ന്. അച്ഛൻ അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ കുട്ടി പേടിച്ചു പോകുന്നു.
അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. എന്താ മോളെ, എന്തിനാ കരയുന്നേ? അമ്മേ, അച്ഛൻ എന്നെ ഇഷ്ടമല്ല. എപ്പോഴും എന്നെ വഴക്കു പറയുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു അമ്മേ? ഞാൻ ഈ ട്രോഫി അച്ഛനെ കാണിച്ചത് തെറ്റാണോ അമ്മേ? അല്ല മോളെ, അച്ഛൻ ചിലപ്പോൾ വല്ല ജോലിയുടെ തിരക്കിലായിരിക്കും. നീ വിഷമിക്കേണ്ട. അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമാകുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ ശങ്കർ മോളെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നു. ശങ്കർ അവളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഒരു ദിവസം അവൾ ബോൾ തട്ടി കളിക്കുമ്പോൾ അറിയാതെ ബോൾ അച്ഛന്റെ മുഖത്ത് കൊള്ളുന്നു. ശങ്കറിന് വല്ലാത്ത ദേഷ്യം വരുന്നു. നിനക്ക് ബോധമില്ലേ? ഇത് പുറത്ത് കളിക്കേണ്ട കളിയാണ്, അകത്തല്ല. ഓ, എനിക്ക് വേദന എടുക്കുന്നു. നിന്നെ ഞാൻ വിടില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വടിയുമായി നിരോഷയെ അടിക്കാൻ വേണ്ടി ചെല്ലുന്നു. നിരോഷ പേടിച്ചു പോകുന്നു. വേണ്ട, വേണ്ടച്ച, എന്നെ അടിക്കല്ലേ. എന്നോട് ക്ഷമിക്കൂ. എന്നെ അടിക്കല്ലേ അച്ഛ. നോക്കൂ, എന്തു പറ്റി? എന്തിനാ കൊച്ചിനെ തല്ലുന്നത്? അയാൾ ദേഷ്യത്തിൽ തന്നെ കാര്യങ്ങൾ പറയുന്നു. അവൾ കുഞ്ഞു കുട്ടിയല്ലേ, അവൾ അറിയാതെ ചെയ്തതാണ്. ഇതിനൊക്കെ വടികൊണ്ടടിക്കുമോ? ചെറിയ കുട്ടിയാണ്, അവൾക്ക് വേദനിക്കും. ഇത് കേട്ടതും അയാൾ ദേഷ്യത്തിൽ വടി വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പാവം നിരോഷ പേടിച്ചു പോകുന്നു. ആ ദിവസം കടന്നുപോയി. അടുത്ത ദിവസം നിരോഷയ്ക്ക് പേടി കാരണം പനി പിടിക്കുന്നു. ഇക്കാര്യം കുമാരി ശങ്കറിനോട് പറയുന്നു. പക്ഷെ അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ജോലിയുണ്ട്, എനിക്ക് പോകണം. നീ കൊച്ചിൻ്റെ കാര്യം നോക്ക്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. കുമാരി മകളെ ശുശ്രൂഷിക്കുന്നു. പനി കൂടിയതുകൊണ്ട് അമ്മ ഡോക്ടറിനെ വിളിക്കുന്നു. ഡോക്ടർ വന്ന് പരിശോധിച്ച ശേഷം മരുന്ന് കുറിക്കുന്നു. സമയത്ത് മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. അമ്മ സമയത്ത് ഭക്ഷണവും മരുന്നും മകൾക്ക് കൊടുക്കുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. കുമാരി വീണ്ടും ഗർഭിണിയായി. ഇത് കേട്ട് ശങ്കർ വളരെ സന്തോഷിക്കുന്നു. നിരോഷയും വളരെ സന്തോഷിക്കുന്നു. അപ്പോൾ എന്റെ കൂടെ കളിക്കാൻ ഒരു അനിയനോ അനിയത്തിയോ വരുമല്ലോ. അങ്ങനെ പറഞ്ഞ് അവൾ വളരെ സന്തോഷിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കുമാരി ശങ്കറിനോട് പറയുന്നു. നോക്കൂ ചേട്ടാ, എന്റെ ആദ്യ പ്രസവവും അമ്മയുടെ വീട്ടിലല്ലേ നടന്നത്. ആദ്യ പ്രസവം കൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് വീണ്ടും വരാതിരിക്കാൻ എന്നെ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കാമോ? ഓക്കെ, ശരി. മോളോടും റെഡിയാവാൻ പറ. മോളെ ഞാൻ എങ്ങനെയാ കൊണ്ടുപോവുക? അവൾ സ്കൂളിൽ പോകുന്നില്ലേ? അവൾ അമ്മയുടെ അടുത്ത് വന്നാൽ എന്തു ചെയ്യും? നന്നായി പഠിക്കുന്ന കുട്ടിയാ. അതുമല്ല, സ്കൂൾ വളരെ സ്ട്രിക്റ്റുമാണ്. മോൾ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ അവളെ നോക്കണേ. ഇങ്ങനെ കുമാരി പറയുന്നു. പക്ഷെ അയാൾ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് നിരോഷ വരുന്നു. അമ്മ വിഷമിക്കേണ്ട, ഞാൻ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. അച്ഛനും എന്നെ നന്നായി നോക്കും. അമ്മ ടെൻഷൻ അടിക്കാതെ സന്തോഷത്തോടെ പൊക്കോ. ഇത് കേട്ട കുമാരിക്ക് വളരെ സന്തോഷമായി. ശങ്കർ കുമാരിയെ അവളുടെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു വരുന്നു. നിരോഷയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതുപോലെ അച്ഛനെ പറ്റുന്ന ജോലികളിലെല്ലാം സഹായിക്കുന്നുമുണ്ട്. പക്ഷെ ശങ്കർ അവളെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഒരു ദിവസം ശങ്കറിന് പനി പിടിക്കുന്നു. പനി കൂടിയതുകൊണ്ട് അയാൾ വിറയ്ക്കാൻ തുടങ്ങി. അത് കണ്ട് പേടിച്ച നിരോഷ ഡോക്ടറിനെ ഫോൺ വിളിക്കുന്നു. ഡോക്ടർ അവിടെ വന്ന് ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ കൊടുക്കുന്നു. അതുപോലെ ഗ്ലൂക്കോസും ഇടുന്നു. ഡോക്ടർ മകളോട് ഇങ്ങനെ പറയുന്നു. മോളെ, അച്ഛന് നല്ല പനിയുണ്ട്. അമ്മ ഇവിടെയാണ്. അവൾ കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയുന്നു. ഓഹോ, അപ്പോൾ നീ വേണം നിന്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ. എല്ലാ 3 മണിക്കൂറിലും മറക്കാതെ മരുന്ന് കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അവൾക്ക് മരുന്നുകൾ കൊടുക്കുന്നു. നിരോഷ അത് സമ്മതിക്കുന്നു. നിരോഷ എപ്പോഴും അച്ഛന്റെ കൂടെ തന്നെയാണ്. അവൾ ദിവസവും ഈശ്വരനോട് പ്രാർത്ഥിക്കും. അങ്ങനെ 3 ദിവസം കൊണ്ട് അയാളുടെ പനി മാറുന്നു. അപ്പോൾ ഡോക്ടർ വീട്ടിലേക്ക് വരുന്നു. നിങ്ങളുടെ മകൾ നിങ്ങളെ നല്ലതുപോലെ നോക്കി, അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളായനെ. ഈ മരുന്നുകൾ 2 ദിവസം കൂടി കഴിക്കണം.
അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അച്ഛൻ മോളോട് ഇങ്ങനെ പറയുന്നു. മോളെ, നിനക്കെന്നെ വളരെ ഇഷ്ടമാണല്ലേ? പക്ഷെ ഞാൻ നിന്നെ എപ്പോഴും വിഷമിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. നിനക്ക് പനി വന്നപ്പോൾ ഞാൻ നിന്റെ അടുത്ത് പോലും വന്നില്ല. പക്ഷെ നീ എന്നെ സ്വന്തം അച്ഛനെ പോലെ നോക്കി. ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയും? അച്ഛാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനെ നോക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത വിഷമമായി. അന്നു മുതൽ അയാൾ നിരോഷയെ സ്വന്തം മകളെ പോലെ നോക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു മാസങ്ങൾ കടന്നുപോയി. കുമാരി ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു. അവർ 4 പേരും വളരെ സന്തോഷത്തിൽ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള നല്ല വീഡിയോസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.